أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الله لا خوف عليهم ولا هم يحزنون الآية صدق الله مولانا العظيم ആദരണീയരായ ഈ വേദിയുടെ അധ്യക്ഷൻ ബഹുമാന്യരായ തങ്ങൾ അവർകളെ, കാസർഗോഡ് സംയുക്ത ജമാഅത്തിൻ്റെ അധിപരും പണ്ഡിതവര്യരുമായ ബഹുമാന്യരായ ഖാദി അവർകളെ, വേദിയിലിരിക്കുന്ന പണ്ഡിതന്മാരെ, സദസ്സിലിരിക്കുന്ന പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, മുഅല്ലിം മുതഅല്ലിം സുഹൃത്തുക്കളെ, ഇന്ന് കൊല്ലവർഷം 1182 മേടം 13. യാദൃച്ഛികമാകാം മുഹയ്യിദ്ദീൻ മാലയുടെ 400ാം വാർഷികമാണ് നമ്മുടെ ഈ പരിപാടി ഒത്തുവന്നിരിക്കുന്നത്. മുഹയ്യിദ്ദീൻ മാല രചിച്ചത്, മാലയിൽ തന്നെ പറഞ്ഞത്, കൊല്ലം 782 ഞാൻ കോത്തന്നിമാലനെ 155 കൊല്ലം 782. അപ്പോൾ കൊല്ലവർഷം 782 മുഹയ്യിദ്ദീൻ മാല രചിച്ചതിനെ ആസ്പദമാക്കി മലയാളക്കാർക്ക് തിരിയാൻ മഹാനവറുകൾ കൊല്ലം പറഞ്ഞത്. കൊല്ലവർഷമാണ് നടത്തുക. അന്നങ്ങനെയാണ് കണക്ക്. മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയും മലയാളക്കരയിൽ ജീവിക്കുന്നവരൊക്കെ മിക്കവാറും അവർ ജനിച്ച തീയതി മേടം ഇടവം അങ്ങനെയാണ് മലയാളത്തിൽ പറയാറുള്ളത്. ഇതുപോലെ തൻ്റെ മാലയുടെ കൊല്ലം അദ്ദേഹം പറഞ്ഞത് കൊല്ലവർഷം 782 ഈ മാലനെ 155 കോർത്തത്. 155 വരികളുള്ള തൻ്റെ മുഹയ്യിദ്ദീൻ മാല കൊല്ലവർഷം 782 രചിക്കുമ്പോൾ 1182 എന്ന് ഇപ്പോൾ നാം നിലകൊള്ളുന്ന കൊല്ലവർഷത്തിൽ 400 വർഷം പൂർത്തിയാവുകയായി. റഹ്മാനായ റബ്ബിൻ്റെ നിശ്ചയമില്ലാതെ, നിയന്ത്രണമില്ലാതെ, അവൻ്റെ അറിവിനനുസരിച്ചല്ലാതെ ഇവിടെ ഒരു ഇല അനങ്ങില്ല, ഒരു സംഭവം നടക്കില്ല. ആ റബ്ബിൻ്റെ തഖ്ദീർ മുഹയ്യിദ്ദീൻ മാലയുടെ 400ാം വാർഷികത്തിൽ നമ്മൾ ഒത്തുകൂടിയിട്ട് മുഹയ്യിദ്ദീൻ മാലനെ ചർച്ച ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് കൂടുന്നതാണ്. അറബ് കൊല്ലം ഒരു 12 കൊല്ലം കൂടി കൂട്ടാം. ഒരു 412 കൊല്ലമായി നമ്മുടെ അറബ് വർഷപ്രകാരം മുഹയ്യിദ്ദീൻ മാല രചിതമായിട്ട്. 400 കൊല്ലം പഴക്കമുള്ള ഒരു കവിത ഇന്നും ചൊല്ലുന്നു, ചർച്ച ചെയ്യുന്നു, വിമർശിക്കപ്പെടുന്നു, ആക്ഷേപിക്കപ്പെടുന്നു, മറിച്ച് സ്ഥിരീകരിക്കപ്പെടുന്നു, ഖണ്ഡിക്കപ്പെടുന്നു, ഖണ്ഡനത്തിന് മണ്ഡനങ്ങൾ നടക്കുന്നു, വാഴ്ത്തപ്പെടുന്നു, ഇകഴ്ത്തപ്പെടുന്നു. 400 വർഷം മുൻപുള്ള ഒരു കവിത ഇങ്ങനെ ലോകത്തെവിടെയെങ്കിലും ജനങ്ങൾക്കിടയിൽ സജീവമായി നിലകൊള്ളുന്നത്, ജനങ്ങളുടെ ചർച്ചയിലോ ജീവിതത്തിലും സജീവമായി നിലനിൽക്കുന്നത് നമ്മുടെ പരിചയത്തിലുണ്ടോ? ഇല്ല. ഇത് തന്നെ ബഹുമാനപ്പെട്ട മുഹയ്യിദ്ദീൻ മാലയിലെ കഥാനായകർ ഖുതുബുൽ അഖ്താബ് ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ഈ മഹാനാമം അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ ഉദ്ധരിക്കാൻ ഇനി മുതൽ തടസ്സമുണ്ടാകും. അതുകൊണ്ട് എൻ്റെ ഈ സംസാരത്തിലുടനീളം ശൈഖുതങ്ങൾ 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 എന്ന് ഞാൻ പറയുന്നത് ബഹുമാനപ്പെട്ട ശൈഖ് അവർകളെയാണെന്ന് നിങ്ങൾ വിലയിരുത്തിയാൽ മതി. ആ ശൈഖ് തങ്ങൾ അവർകളുടെ വല്ലാത്ത ഒരു മങ്കിബത്തും സ്ഥാനവും പദവിയും തന്നെയാണ്. ശൈഖ് അവർകളോട് ശൈഖ് അവർകൾ കൂടി ആദരിക്കുന്ന മഹാനായ ശൈഖ് താജുൽ ആരിഫീൻ അബുൽ വഫാ തങ്ങൾ അവർകൾ, യാ അബ്ദുൽ ഖാദിർ കുല്ലു ദീകിൻ യസീഹു വയസ്കുത് ഇല്ലാ ദീകക് ഫഇന്നഹു യസീഹു ഇലാ യൗമിൽ ഖിയാമ. അബ്ദുൽ ഖാദിർ, എല്ലാ കോഴിയും കൂക്കും, കൂവൽ നിർത്തും. പക്ഷെ നിങ്ങളുടെ കോഴി
ഖിയാമത്ത് നാൾ വരെ കൂക്കിക്കൊണ്ടിരിക്കും എന്ന് ബഹുമാനപ്പെട്ട ശൈഖവറുകൾ കൂടി ആദരിക്കുന്ന ഒരു ആരിഫ് താജുൽ ആരിഫീൻ അബുൽ വഫാ തങ്ങളവറുകൾ പറഞ്ഞത് ബഹ്ജ 144 പേജിൽ ഉദ്ധരിക്കുന്നുണ്ട്. എല്ലാരെ കോഴിയും കൂകിയടങ്ങുമേ മുഹയ്യിദ്ദീൻ കോഴി ഖിയാമത്തോളം കൂകും എന്ന് നമ്മുടെ മുഹയ്യിദ്ദീൻ മാലയിൽ പറഞ്ഞത് ഈ ചരിത്ര സംഭവവും ഈ സംസാരത്തിലേക്കും ആശീർവാദത്തിലേക്കുമുള്ള സൂചനയുമാണ്. അപ്പോൾ ശൈഖ് തങ്ങളവറുകളുടെ കോഴി കൂകാതെ നിലക്കൊള്ളുകയാണിപ്പോൾ. ശൈഖ് തങ്ങളവറുകൾ വഫാത്തായിട്ട് കാലമിത്രയും വാഴ്ത്തപ്പെട്ടു. ഔലിയാക്കളിൽ ഇത്രയേറെ വാഴ്ത്തപ്പെട്ട, ഇത്രയേറെ വാഴ്ത്തിക്കൊണ്ട് ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ട ഒരു മഹാവ്യക്തിത്വം വേറെ കാണില്ലെന്ന് തന്നെ പറയാം. നമ്മുടെ ആരുടെയും അറിവിലില്ല. വായിച്ചയിടത്തോളമുള്ള അറിവിൽ ഔലിയാക്കളുടെയും അഖ്താബിന്റെയും കൂട്ടത്തിൽ ഏറ്റവും അധികം വാഴ്ത്തപ്പെട്ടിട്ടുള്ളവരും ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളവരും ബഹുമാനപ്പെട്ട ശൈഖ് തങ്ങളവറുകളാണ്. ആ ശൈഖ് തങ്ങളവറുകളുടെ അക്കാലം തൊട്ട് ശേഷം അവരെക്കുറിച്ച് മുഹ്യിദ്ദീൻ മാലയുണ്ടാക്കിയ ആ മുഹ്യിദ്ദീൻ മാല ഉണ്ടായിട്ട് 400 കൊല്ലം പിന്നിട്ടിട്ട് ഇന്നും അതേക്കുറിച്ചുള്ള ചർച്ചകൾ, വിവാദങ്ങൾ, ആക്ഷേപങ്ങൾ, ഖണ്ഡനമണ്ഡനങ്ങൾ നടക്കുമ്പോൾ മഹാനവറുകളുടെ കോഴി കൂകാതെ നിലകൊള്ളുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രകടമായ ഉദാഹരണം തന്നെയാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കോഴിയുടെ കൂക്കും ആ കൂക്കിൻ്റെ ശബ്ദവും അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ തന്നെ ഉൾക്കൊള്ളാനും മനസ്സിലാക്കുവാനും അത് അംഗീകരിക്കുവാനുമുള്ള സുമനസ്സുകൾ, നല്ല മനസ്സുകൾ നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്നു മാത്രം ആരംഭമായി പറഞ്ഞുകൊണ്ട് മുഹയ്യിദ്ദീൻ മാലയുമായി ബന്ധപ്പെട്ട വലിയ ആരോപണങ്ങൾക്ക് വിധേയമായ കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. മുഹയ്യിദ്ദീൻ മാലയിൽ മുഹയ്യിദ്ദീൻ ശൈഖ് അവറുകളെ ഖിയാമത്ത് നാൾ വരെ വാഴ്ത്തിക്കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞതിൽ ആർക്കും ഇവിടെ വിരോധമൊന്നുമില്ലല്ലോ. മുഹയ്യിദ്ദീൻ മാലയിൽ പറഞ്ഞ ശൈഖ് തങ്ങൾ അവറുകളെ ഇന്നും വാഴ്ത്തിക്കൊണ്ടിരിക്കട്ടെ, ഖിയാമം വരെ വാഴ്ത്തിക്കൊണ്ടിരിക്കട്ടെ, അതിലാർക്കും വിരോധമില്ല. പക്ഷെ തൗഹീദിന് വിരുദ്ധമായി പലതും അതിലുണ്ട് എന്നാണ് ഇവിടെ കടുത്ത് ആരോപിക്കപ്പെടുന്നത്. ഇതൊരാരോപണമാണ്. ശിർക്കിന്റെ വരികൾ, ഇത് പാടുന്നവരും പറയുന്നവരും മുശിരിക്കായി പോകുന്ന വരികൾ ധാരാളം ഇത് ഉൾക്കൊള്ളുന്നുണ്ട് എന്നിവിടെ ആക്ഷേപിക്കപ്പെടുന്നുണ്ട്. മുഹയ്യിദ്ദീൻ മാലയോളം ആക്ഷേപിക്കപ്പെടുന്ന ശിർക്കിന്റെ പേരിലും തൗഹീദിന്റെ പേരിലും ഇത്രത്തോളം സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മാല അല്ലെങ്കിൽ ഒരു കവിത, വേണ്ട ഒരു രചന തന്നെ വേറെ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ ശിർക്കുമായി ബന്ധപ്പെട്ട് തൗഹീദിൽ നിന്ന് പുറത്തു പോകുന്ന വരികൾ എന്താണ് ഇതിലെന്ന് നമ്മളിപ്പോൾ മുഹയ്യിദ്ദീൻ മാലയുടെ ആളുകൾ അറിയേണ്ടതുണ്ട്. നമ്മൾ മുഹയ്യിദ്ദീൻ മാലന്റെ ആളുകളാണ്. 400 കൊല്ലമായിട്ടും പുതുമ തീരാതെ മുഹയ്യിദ്ദീൻ മാല പാടിക്കൊണ്ടിരിക്കുന്നവരും അതിനെ സ്ഥിരീകരിച്ചു കൊണ്ടിരിക്കുന്നവരുമാണ്. അങ്ങനെയുള്ള ആളുകളിൽ പോലും ചിലർക്ക് മാല അല്പം കടുത്തുപോയിട്ടില്ലേ, ഒരു ലേശം ഓവറല്ലേ അത് എന്ന പരിഹാസം നമുക്കിടയിൽ തന്നെ പലർക്കുമുണ്ട്. ഒറ്റക്കൊറ്റക്കുള്ള ചർച്ചയിൽ, സ്വകാര്യമായിട്ടുള്ള ചർച്ചയിൽ നമ്മുടേതായ ആളുകൾ തന്നെ ലേശം ഓവറല്ലേ എന്ന് പറയാറുണ്ട്. ബഹുമാനപ്പെട്ട വഫാത്തായി പോയ നാദാപുരത്തോർ ശംസുലുലമ കീഴനോവർ, അല്ലാഹു തആല അവരുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഇരുലോകത്തെ മുറാദുകളും ഹാസിലാക്കി തരുമാറാവട്ടെ. ഓരുടെ മുമ്പിൽ ആരോ ഇതൊരല്പം ഓവറല്ലേ എന്ന് പറഞ്ഞപ്പോൾ അത് അല്പം മാത്രമല്ല, അത് തീർത്തു ഓവറാണ് എന്ന് പറഞ്ഞത് മഹാനവറുകളെ തൊട്ട് നല്ലൊരു ഫലിതമായി, എന്നാൽ ചിന്തോദ്ദീപകമായി ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. അത് തീർത്തു ഓവറാണല്ലോ. തല മുതൽ അവസാനം വരെ ഓവർ 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 എന്നാണ് അതിലെ വരികൾ ബഹുമാനപ്പെട്ടവർ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഓവറല്ലേ എന്ന് പറയുന്ന ആളുകൾ ഉദ്ദേശിക്കുന്നത് അത് കുറച്ച് അല്പം കടന്നുപോയിട്ടില്ലേ എന്നാ, അതിര് കവിഞ്ഞു പോയിട്ടില്ലേ എന്നാ. അതിര് കവിഞ്ഞത് എന്ന അർത്ഥത്തിൽ അദ്ദേഹം ഓവർ പറയുമ്പോൾ, ചോദ്യക്കാരൻ ഓവർ പറയുമ്പോൾ തീർത്തു ഓവർ നിന്നല്ലേ ആ മാലയിലുള്ളത് എന്ന മറ്റൊരു ചിന്തയിലേക്കാണ് ബഹുമാനപ്പെട്ട ഓറവറുകൾ ഈ ചോദ്യക്കാരനെ കൊണ്ടുപോയത്. ഇത് വാസ്തവത്തിൽ ഒരാളുടെ മാത്രം കഥയല്ല. സംസാരിച്ചു പോയാൽ ഒരു വിഭാഗം കൂട്ടർ നമുക്കിടയിൽ തന്നെയുള്ളവർ ഇതൊന്നിങ്ങനെ പാടിയാൽ, ഇനി പാടിയില്ല മറ്റാരെങ്കിലും വിമർശിക്കുന്ന ഒരു പ്രസംഗം കേട്ടാൽ, സ്റ്റേജിൽ നിന്ന് ആക്ഷേപിക്കുന്നത് കേട്ടാൽ, ലേശമൊക്കെ നമ്മളെടുത്തും കൂടുതലുണ്ട്, മാലയിൽ കുറച്ചധികമുണ്ട് എന്ന് പറയാൻ പറ്റിയില്ലെങ്കിലും തോന്നാത്തവർ നമ്മുടെ കൂട്ടത്തിൽ ചുരുങ്ങി.